കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തന്നൂടെ? എനിക്ക് ശരീരത്തിന് കേടുവരാത്തൊരു കൂട്ടാൻ. വഞ്ചികൾ, 2 വഞ്ചികൾ. എത്ര പടവലങ്ങി കഴിച്ചാലും നമുക്ക് ശരീരത്തിന് ഒരു കുഴപ്പം വരില്ല. കോവക്കായ പൊട്ടിക്കാൻ കുറേ ഉണ്ട്. കഞ്ഞി ഉപ്പിടണം. ധൈര്യമായിട്ട് പടവലങ്ങ അങ്ങനെ വെച്ച് വെച്ചോട്ടാ. അത്ര രസമാണ്. നമ്മൾ പ്രകൃതിനെ ചീത്ത വിളിച്ചോണ്ടിരുന്നു. കാരണം ഇത് കളയാൻ പറ്റില്ല. ഇന്നും കാലത്തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ഇപ്പോൾ ഇറങ്ങാനായിട്ട് അത് ഈ പണിക്കിറങ്ങാനായിട്ട് മൂടില്ല കാലത്ത് മഴ പെയ്യുന്ന കാരണം. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോയാണ്. സംഗതി ഒന്നുമല്ല, നമ്മുടെ ഒരു പടവലങ്ങ കണ്ടോ നോക്കിയേ. അത് കറക്റ്റ് പാകമായിരിക്കുകയാണ് കേട്ടോ. അതിനെ ഞാൻ മുറിക്കാൻ പോവാണ്. എൻ്റെ കാലത്തെ ഭക്ഷണം ഇതേ ഇവനാണ്. ഇതിപ്പോൾ ചെയ്യുന്നില്ലേ, നാളെ കാലത്ത് ചെയ്യാൻ വെച്ചു. മഴ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു നാളെ കാലത്ത്. ഇതിപ്പോൾ ഞാൻ കല്ല് കല്ല് കെട്ടിയിട്ടതാണ്. അത് ഇങ്ങനെ വളഞ്ഞതായിരുന്നു. വളഞ്ഞപ്പോൾ കല്ല് കെട്ടിയിട്ടപ്പോൾ നിവർന്നു. ഇതിപ്പോഴല്ല, പണ്ടത്തെ പടവലങ്ങയിലാണ് ഭയങ്കര കല്ല് കെട്ടുക. പണ്ടത്തെ പടവലങ്ങ ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവും നീളത്തിൽ. ഇങ്ങനെ വളഞ്ഞ് കൂത്തിയാലും അതിൻ്റെ തുമ്പത്തൊരു കല്ല് കെട്ടി കഴിഞ്ഞാൽ അവൻ നിവർന്ന് നല്ല വലിപ്പത്തിലെത്തും. അപ്പോൾ നമ്മുടെ ഒരു ജൈവ പടവലങ്ങ നമ്മൾ പൊട്ടിച്ചു. പിന്നെ ഉണ്ടാവുന്നുണ്ട്, പടവലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടവലങ്ങ പെട്ടെന്ന് ചീച്ചിൽ വരും തോന്നും. അപ്പോൾ നാളെ കാലത്ത് ഇവനോണ്ട് എൻ്റെ കാലത്തെ കഞ്ഞികൂടിയിലൊപ്പം ഒരു സിമ്പിൾ സാധനം ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ അകത്ത് കൊണ്ടു വയ്ക്കാം. നാളെ കാലത്ത് വരാം കേട്ടോ. സാരിധിയും ചെക്കും ഇവിടെ ഇല്ല. സ്കൂളിൽ പോയിട്ട് 2 മാസം പറയില്ല. അപ്പോൾ 2 ദിവസമെങ്കിലും സരിതാരെ വീട്ടിൽ നിന്നില്ല എന്നുള്ള അവളുടെ അമ്മേരെ പരാതി. അപ്പോൾ ജഗുവിനെയും സരിതാനെയും ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നാക്കി അവരവിടെയാണ്. അപ്പോൾ കാലത്ത് കുറച്ച് പണികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പടവലങ്ങ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നില്ല. അത് കാലത്ത് സാധാരണ കഞ്ഞിക്ക് ചീരിയും റെഡ് കഞ്ഞി വയ്ക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും ചെയ്യും. നമ്മുടെ ആ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, തിന്നും. തെറ്റിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ആ പടവലങ്ങ കൊണ്ട് ഒരു ജൈവ എന്നല്ല പറയുക, എന്താ പറയുക, അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അയ്യോ ഇനെന്ന് പറയാ, നമ്മുടെ ട്രഡീഷണൽ അല്ല പറയാ, മറന്നുപോയി. നമ്മൾ ഇങ്ങനെ പറയില്ലേ, നമ്മുടെ ശരീരത്തിന് കേടുവരാത്ത കൂട്ടാനുകളൊക്കെ ഒന്നും പറയാ, മറന്നുപോയി. നമുക്ക് എന്തല്ല ഈ ഓർമ്മശക്തി പോണതല്ലേ. കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തന്നൂടെ? എനിക്ക് സാല എന്തെങ്കിലും ആവട്ടെ, ശരീരത്തിന് കേടുവരാത്തൊരു കൂട്ടാൻ, അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. കൂട്ടാൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ റെഡ് കഞ്ഞി ആദ്യം വെക്കിട്ടെ. ഇതിപ്പോൾ ഇവിടെ നിന്നിട്ടാണ് വെക്കുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ ഭയങ്കര മഴയായിരുന്നു കാലത്തോട്ട് മഴ. ഇപ്പോൾ മഴ തോർന്നു. അപ്പോൾ ഞാൻ എടി ഇവള് ചങ്ങലഴിഞ്ഞു വന്നു, ചങ്ങലഴിഞ്ഞു വന്നു. ടൈസിനും പേളിക്കും പൂട്ടിയിട്ട് നോക്കായിരുന്നേ. ഇടുവാ കണ്ടാ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വരും പോവും. ഇവിടെ ഇത്തിരി മൂത്തിട്ടല്ലേ കൊണ്ടുവന്നത്. മൂത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 മാസമായിട്ടില്ല കൊണ്ടുവന്നത്. അപ്പോൾ അനുസരണാശീലം വളരെ വളരെ കുറവാണ്. അതേസമയം ചാർലിക്ക് നല്ല അനുസരണ. വേളി നല്ല മഴ പെയ്യണം, അവളെ കിട്ടണമെങ്കിൽ. അത് ഈ ചാർലിക്ക് ഇവർക്കുള്ള തീറ്റ കൊടുക്കണം, അപ്പോഴാണ് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ റെഡ് കഞ്ഞി വയ്ക്കാൻ പോകട്ടെ. റെഡ് കഞ്ഞി പലർക്കും അറിയില്ലായിരിക്കും, എൻ്റെ പിള്ളേർക്ക് അറിയുമെന്ന് അറിയില്ല. കണ്ടോ, നമ്മുടെ കുക്കറിലാണ് എൻ്റെ കാലത്തേക്കുള്ള കഞ്ഞി വയ്ക്കുന്നത്. റെഡ് കഞ്ഞി ചുവപ്പ് അരി കേട്ടോ. അത് ഒരു 1-1.5 പിടി എടുക്കും. ഇത്രയാണ് എൻ്റെ കാലത്തെ കഞ്ഞി വയ്ക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങൾ അവർ ഇട്ടിട്ടുണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം കഴിക്കും. ഇത് കഴിക്കട്ടെ. അതായത് നമുക്ക് ഷുഗറിൻ്റെ ഇത് വന്നതുകൊണ്ടാണ് ഞാൻ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കഞ്ഞി കുടിക്കുന്നതെന്ന് ചോദിക്കും. ഉച്ചയ്ക്ക് നമ്മൾ നല്ലപോലെ ചോറ് തിന്നുട്ടാ, അത് കുറയ്ക്കില്ലേ, സാധാരണ പോലെ തന്നെ. കാലത്ത് ജൈവ കൂട്ടാൻ. അപ്പം നമ്മുടെ
നമ്മൾക്ക് ചില സമയത്താണ്ട് പേരുകളാണ്ട് കിട്ടില്ല ജൈവ കൂട്ടാൻ. അപ്പോൾ നമ്മുടെ ഈ പുൽമൈതാനത്തിലാണ് അയ്യോ അപ്പോൾ നമ്മുടെ അരി കുക്കറിൽ ഞാനിവിടെ ഒരു പുല്ലായി കിട്ടിയിരുന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നു. ഇതൊക്കെ നല്ല വെള്ളമായിട്ട് മാറും, കഞ്ഞിവെള്ളമായിട്ട് മാറും. ഇവിടെ കുക്കറിൽ അരി വെച്ച് ഒരു വിസൽ, അത് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ് നേരം സിമ്മിൽ ഇട്ട് എടുക്കും, എന്നിട്ട് ഓഫ് ചെയ്യും. അപ്പോഴേക്കും വെന്തുണ്ടാവും. അപ്പോൾ നമ്മൾ പടവലങ്ങ കഴുകി അതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് കട്ട് ചെയ്യാം. തൊലി കളയണേ. വഞ്ചികൾ, 2 വഞ്ചികൾ സാധനം സെറ്റ്. ഇനി നമ്മുടെ പടവലങ്ങാനെ നമ്മൾ തൊലി കളഞ്ഞു, കഴുകി. ഇതാര് പറഞ്ഞു തന്നാണെന്ന് എനിക്കറിയില്ല. ആരോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഒരു 1.5 ഇഞ്ചിൻ്റെ കഷ്ണങ്ങളാട്ടാ. പടവലങ്ങില്ലേ നമുക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. എത്ര പടവലങ്ങ കഴിച്ചാലും നമുക്ക് ശരീരത്തിന് ഒരു കുഴപ്പം വരില്ല. വയറിന് നമ്പർ 1 സാധനമാണ്. നമ്മളത് കഴിച്ച് കാണിച്ചില്ലേ ഡോക്ടർ നമ്മുടെ ശ്രീദേവി ഡോക്ടർ പറഞ്ഞിട്ട് കറ സാധനം. മഴ പോയപ്പോൾ നല്ല കാറ്റായി. ഒരു പടവലങ്ങ മുഴുവൻ ഞാൻ വയ്ക്കുന്നുണ്ട് തേങ്ങ. പടവലങ്ങ അരിയിൽ കഴിഞ്ഞു. അരി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, അരി മാറ്റി വെച്ചിട്ട് നമുക്ക് അരി അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കാണ്ട് കുഴപ്പമുണ്ട്. അടുക്കളയിൽ സിമ്മിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ അടുപ്പിൻ്റെ ആവശ്യമില്ല, വേഗം ചെയ്യണ്ട. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെടും. അരിയിൽ നമുക്ക് അകത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. ഇതുമ്പോൾ നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തുടങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാൻ കേട്ടോ. മഴ വരുന്നതിന് മുമ്പ് കഴിക്കുന്ന പരിപാടി. നമ്മളിതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് ലേട്ടൻ്റെ അവിടുത്തെ പച്ചമുളകാണ്. എരിവ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇതിലേക്ക് മെയിനായിട്ട് പച്ചമുളകാണ് മെയിനായിട്ട് എടുക്കുക. അത് നമ്മൾ ഉണ്ടൻ ടൈപ്പാണ് കേട്ടോ. അതിന് നീളത്തിലൊന്ന് നടുപൊളിച്ചിട്ട് വേണമെങ്കിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞാൽ മതി. വേറെ എരിവുകളൊന്നുമില്ല ഇതിൽ കേട്ടോ. അതായത് ഇത്രയ്ക്ക് പോകുന്ന ഒരു സാധനത്തിലേക്ക് എടുക്കുന്നതാണ് ഈ പച്ചമുളക് എടുത്തു. 2 വേപ്പിലപ്പൊടിയില്ല. കഴിഞ്ഞ പരിപാടി. നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മുടെ ചീഞ്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഇത് ഓർഗാനിക്കാണെങ്കിലും ഒരു സ്വല്പം കൂടുതൽ, ജൈവ കൂട്ടാനാണെങ്കിലും ഒരു സ്വല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതായത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. പിന്നെ അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് നമ്മുടെ വേപ്പില ഇടുന്നു, കറിവേപ്പില. ഇത്രയ്ക്കും പടമല്ല, എനിക്കുള്ള എരിവാണത് കേട്ടോ. വേപ്പില മൊരിഞ്ഞ് തുടങ്ങി, പച്ചമുളക് നല്ല ഭംഗിയായി തുടങ്ങി. ഇനി നമ്മുടെ പടവലങ്ങയുടെ അതിലേക്ക് ഇടാം. മുഴുവടാം. മുളകിന് എരിവുണ്ട് തോന്നുന്നുണ്ട്. അല്ല, ഇനി ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഒന്നുമില്ല, കഴിഞ്ഞ പരിപാടി. എന്നിട്ട് കൂട്ടാനാന്ന് ചിന്തിക്കുന്നുണ്ടാവും ആളുകൾ കാണുന്നവർ കേട്ടോ. ഇനി ഇത് മൊരിഞ്ഞ് വരണം. പടവലങ്ങയിലത്തെ വെള്ളമൊക്കെ വറ്റണം. അപ്പോൾ വെള്ളമുണ്ട് കണ്ട, ഇത് വെള്ളമായി കണ്ട, പടവലങ്ങയിലത്തെ വെള്ളമാണിത്. ഇനി നമുക്ക് കണ്ടമാനം കോവക്കായ ഇതിൻ്റെ പൊട്ടിക്കിട്ട് അത് മൊരിയിട്ടത് ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ. കോവക്കായ പൊട്ടിക്കാൻ കുറേ ഉണ്ട്. അയ്യോ ഒരെണ്ണം വീണു. കാണുമ്പം ഇവിടെ പന്തലൊക്കെ കാണുമ്പോൾ ഒന്നുമില്ലെന്ന് വിചാരിക്കും, പക്ഷേ സാധനം ഇഷ്ടം പോലെയാണ്. ഈ കുക്കുംബർ പൊട്ടിയത് ഭയങ്കര കയ്പ്പാണ്. അത് ഇനി കൂട്ടാൻ വയ്ക്കാൻ വെച്ചിട്ടാണ്. അതായത് മറ്റേ ഈ മോരും കുക്കുംബറും
കൂട്ടാൻ വയ്ക്കാമല്ലോ നമുക്ക്. ഇത് ഏറ്റവും ലാഭകരമായ പച്ചക്കറി കൃഷികളിൽ ഒന്നാണ് കോവക്കായ. വലിയ ബുദ്ധിമുട്ടില്ല, ഇതിന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനിപ്പോൾ വളങ്ങൾ അങ്ങനെ ചേർക്കണമെന്നില്ല. പക്ഷേ ആൾ പറയുന്നത് നിങ്ങളുടെ എനിക്കൊരു തണ്ട് കണ്ട് വെച്ചിട്ട് കുറച്ച് നനച്ച് തന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഇഷ്ടം പോലെ ഞാൻ നിങ്ങൾക്ക് പച്ചക്കറിക്ക് തരുന്നുണ്ട്, അല്ല കോവക്കായ തരുന്നുണ്ട് എന്ന് പറയും. അതാണ് ഈ കോവക്കായയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാലും അത് ബെസ്റ്റ് സാധനമാണ്. ഓക്കെ, ഒന്ന് ഇളക്കിയിട്ട് വരാം. ഒന്ന് ഇളക്കിയിട്ട് വന്നില്ലേ അടിയിലത്തത് ചിലപ്പോൾ മുരിച്ചിട്ട് വരും. വെള്ളം വെച്ചിറങ്ങി കണ്ട, വെള്ളം വെച്ച് ഇനി മുരിഞ്ഞ് വരും. ഞാൻ ഈ ഇത് വെച്ചിട്ട് കേട്ടാ ആദ്യമായിട്ട് വയ്ക്കുന്നത്. ഇത് എങ്ങനെയെന്ന് അറിയില്ല, ആരാണ് പറഞ്ഞു തന്നതെന്ന് നമുക്ക് ഒരു മെസ്സേജ് കണ്ടിട്ട് ഇത് ചെയ്തതാണ് കേട്ടോ. ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ആളെ പേരയിലില്ല, ഫോർവേഡ് ഇടുന്ന ഉള്ളോ. ഇതിപ്പോൾ വെന്തുണ്ടാവും, പക്ഷേ ഇങ്ങനെയല്ല, ഇത്തിരി നന്നായിട്ടാവണം. ഉപ്പുണ്ടോ നോക്കാം. ഭയങ്കര ചൂട്. ഒരു സ്വല്പം ഉപ്പ് ചേർക്കാം, എരിവ് കറക്റ്റാണ് ചേർത്തുണ്ട്. കൂട്ടാൻ കുറഞ്ഞു, തീയിന്ന് ഇത്തിരി കുറയ്ക്കുക. കോവക്കായ 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം അടുപ്പിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചില്ലേ, അതിൻ്റെ അവിടെ അനുബന്ധിച്ചിട്ട് തന്നെ അടുപ്പിച്ച് ഉണ്ടാവും കേട്ടാ. 2, 3, 4, 5, 6 അങ്ങനെയാണ് ഒരു രീതി. ഇങ്ങനെ ഒരു തണ്ടുമ്മേ കുറച്ച്, അത് കഴിഞ്ഞിട്ട് അതലടിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി അവിടെ നോണ്ടിട്ടാ അങ്ങോട്ട് പോവാം. നോക്കിയൊരു ഉണ്ട കോവക്കായ ഉരുളൻ കേട്ടോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉരുളൻ ഷുഗറുള്ളവർക്ക് ചള്ള് ബെസ്റ്റ് സാധനമാണ്. മൂക്കാത്ത കോവക്കായ വെറുതെ പൊട്ടി തിന്നുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേ ഇവിടെ ഇല്ലേ ഇനി നിൽക്കണു മതി. തീ കൂട്ടാം. തീ ഞാൻ വല്ലാണ്ട് കുറച്ചു. വാടി തളർന്നു. സമയം 9 ഇന്നുണ്ട്. ഈ സാധനം എന്തോരം വേണമെങ്കിലും നമുക്ക് ഡ്രൈ ആക്കാട്ടാ. ഞാൻ ലെവൽ കഴിഞ്ഞെടുക്കും. കുക്കറിൻ്റെ അത് ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞ് തുറക്കാം. അപ്പോൾ കഞ്ഞിൻ്റെ നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം ഫ്രൈ പോലെ ആയിട്ടുണ്ട്. ഫ്രൈ ആയി എന്ന് പറഞ്ഞാൽ കുഴഞ്ഞ് ഇരിക്കില്ല, അല്ലാണ്ട് വിട്ട് വല്ലാണ്ട് ഇങ്ങനെ ഓരോന്നും കരിമുറുന്നിനെ ഇങ്ങനെ ആവില്ലെന്ന് തോന്നും. ഒരു പടമല്ലെങ്കിൽ ചുരുങ്ങി ഇത്രയ്ക്കായി ഇതിരിക്കേണ്ട പിഞ്ഞാണത്തിരിക്കേണ്ട ആക്കാട്ടാ. ഫുള്ളായിട്ട് കഴിക്കാത് ഒരാൾക്ക്. നമ്മുടെ കഞ്ഞി വെന്തു കേട്ടോ. നോക്കിയേ, നമുക്ക് കഞ്ഞി ഞാൻ ഇവിടെ നിന്ന് കുടിക്കാൻ വെച്ചു. നമ്മുടെ എവിടെ ഇരുന്ന് കുടിച്ചാലും നമുക്ക് എന്ത് രസമാണ് കൂട്ടാൻ. ഒരുപാട് വലിയ തന്നെയാണ് കഞ്ഞി. ഉപ്പിടണം. ഇതേ മറ്റേതിൽ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടായത്, അടുപ്പുമ്പോൾ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുക്കറിലാകുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്തോളും. ഇത് ഉപ്പിടണം. ഉപ്പിടക്കട്ടെ. കഞ്ഞിയിലേക്ക് ഉപ്പിടണം കേട്ടോ. ഈ അരിക്ക് നല്ല വിലയുണ്ട്, പക്ഷേ നമുക്ക് ഇത്രയ്ക്ക് അരി മതി ഒരു കഞ്ഞി കുടിക്കാനായിട്ട്. ഒരു കിലോ അരി വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഞ്ഞി കുടിക്കാനുണ്ടാവും ഒരാൾക്ക് കിട്ടാം. ഒരു 2 ആഴ്ചയിലേക്ക് 2 ആഴ്ച 10-15 ദിവസത്തേക്കുള്ള അരി ഉണ്ടാവും. 140 ഇത്രേണ്ട വില എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസത്തേക്ക് 10 രൂപ വരെ കഞ്ഞി, 10 രൂപയുടെ അരിയാണ് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരിക. ഒരു നേരത്തേക്കില്ല, കാലത്ത് കഴിക്കണം. കാലത്ത് മാത്രമല്ല ഇത് കഴിക്കണല്ലോ. ഇത് ചൂടാറട്ടെ. കൂട്ടാൻ വെറുതെ തിന്നാം. കൂട്ടാൻ ചൂടാറി നല്ല രസം. പടവലങ്ങ ധൈര്യമായിട്ട് പടവലങ്ങ അങ്ങനെ വെച്ച് കഴിച്ചോട്ടാ. അത്ര രസമാണ്. എന്തായാലും വേറെ ഒന്നും ചേർത്തിട്ടില്ല.
ഇത് വേപ്പില കൂട്ടി ഞാൻ എന്ത് രസമാണെന്ന് അറിയുമോ? കഞ്ഞി ചൂടാറുമ്പോഴേക്കും കൂട്ടാൻ കഴിയുന്നുണ്ട്. പലർക്കും പടവലങ്ങയോട് അത്ര വലിയ താല്പര്യമില്ല. എന്തോരം സ്ഥലത്ത് പടവലങ്ങയൊക്കെ നാശമായി പോകുമെന്നറിയും. തൃശ്ശൂർ പടവലയും ചെമ്മീനും ഇട്ട് വയ്ക്കും. ഉണക്ക ചെമ്മീൻ ചൂടാറിന് കഞ്ഞി പറയാ. വാഴക്കൊണ്ടി ചൂടാറ് വേഗം. ഈ ചോറിന് ഒരു മോരമരപ്പുണ്ടാവും. ഒരു രസമില്ലാത്ത കഞ്ഞിയാണ്. ഞങ്ങൾക്ക് മറ്റേ കോൾപ്പാടമുണ്ട്, തൃശ്ശൂരിൻ്റെ കോൾപ്പാടം. അവിടെ നിലമുണ്ട്, ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, വേറെ ആരാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പണ്ട് കാലത്ത് കൃഷി ചെയ്തപ്പോൾ ഒരു കൊല്ലം കൊയ്ത്തും മെതിയൊക്കെ ഞങ്ങൾ തന്നെയാട്ടാ. അപ്പോൾ കൊയ്തിട്ട് ഈ കരയിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് വിൽക്കും. കരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്തുനിന്ന് കുറേ ദൂരമായിട്ട് ഒരു മെതിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഷെഡ് വയ്ക്കിയിട്ടുണ്ടായിട്ടുണ്ട്. മാമനാണ്, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോൾ ആളവിടെ ഷെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കും നിലമുണ്ട്. അപ്പോൾ ഞങ്ങളുടെയും ആൾ കൃഷി നോക്കും. അങ്ങനെ അപ്പോൾ ഒരു കൊല്ലം എന്തിട്ടുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കഞ്ഞി കുടിക്കാൻ, അതായത് കുത്തരി കഞ്ഞി കുടിക്കാൻ പറ്റുന്നത് അപൂർവം പേർക്ക് പറ്റുള്ളൂ. കൃഷിയുള്ളവർക്കാണ് കൂടുതൽ പറ്റുക. പിന്നെ കൊയ്യാൻ പോണ ചേച്ചിമാരൊക്കെ അമ്മമാരൊക്കെ കൊയ്തിട്ട് അവർക്ക് കൊയ്തിട്ട് അതിൽ നിന്നൊരു പതമ്പ് എന്ന് പറയും. അതായത് അഞ്ച് പറ നമുക്ക് അളക്കുമ്പോൾ, അത് കൃഷി നടത്തുന്ന ഉടമസ്ഥനെ അളക്കുമ്പോൾ ഒരു പറ ഈ കൊയ്തവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ അവർക്ക് അധികം നെല്ല് കിട്ടില്ല. നമുക്ക് ഇഷ്ടം പോലെ നെല്ല് കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ നെല്ല് പുഴുങ്ങി ഉണക്കി അരിക്കമ്മിൽ കൊണ്ടുപോയി കുത്തിച്ച് നല്ല അരിയുടെ ചോറും കഞ്ഞിയും കഴിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് കുറച്ച് ആളെ പറ്റില്ല. അത് കഴിഞ്ഞ് അവരൊക്കെ റേഷൻ അരി വാങ്ങിച്ച് അങ്ങനെ വില കുറവിൻ്റെ അരിയൊക്കെ വാങ്ങിച്ചിട്ട് അവർ ഇത് ചെയ്യും. അങ്ങനെയാണ് ജീവിച്ചു തുടങ്ങുന്നത്. ഒരു കൊല്ലം എന്നിട്ടുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെല്ല് മുഴുവൻ കറ്റകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടക്കടക്കായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അറിയാലോ, പണ്ടത്തെ 1980 കാലഘട്ടങ്ങളിലത്തെ കേരളത്തിൻ്റെ ചില വീട്ടുമുറ്റകൾ ശ്രദ്ധിച്ചറിയാൻ, കൊയ്ത്ത് കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റം നിറയെ ഈ കറ്റകൾ ഇങ്ങനെയുണ്ട്. നെല്ലിൻ്റെ കറ്റകൾ അടക്കടക്കായിട്ടാണ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആളുകളിൽ നിന്ന് മെതിക്കുണ്ടാവും, നെല്ല് മെതിക്കുണ്ടാവും, ചവിട്ടുണ്ടാവും. ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് വൈകുന്നേരം മഴ പെയ്തു, ഭയങ്കരമായ മഴ പെയ്തു. അപ്പോൾ ഇത് മൂടിടാനായിട്ടുള്ള സാമഗ്രികളൊന്നുമില്ല. ഈ വേനൽക്കാലത്താണ് മഴ പെയ്യുന്ന ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ മഴ പെയ്തിട്ട് പിന്നെ 2 ദിവസം കറ്റം മെതിക്കാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മെതിച്ചത്. അപ്പോൾ നമ്മുടെ ആകെ പുഴുകി. എന്നിട്ട് അതിൽ നിന്ന് പക്ഷേ നമുക്ക് അരി കളയാൻ പറ്റില്ലല്ലോ. നെല്ലും കളയാൻ പറ്റില്ല, ഒന്നും കളയാൻ പറ്റില്ല. അത് പുഴുങ്ങി കുത്തി കൊണ്ടുവന്നപ്പോൾ ഇതുപോലത്തെ അരിയായിട്ട് മാറി. ഒരു പുഴുക്ക കുത്തും നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാധനമായി മാറി. എന്നിട്ട് അത് കഴിയണവരെ നമ്മൾ പ്രകൃതിനെ ചീത്ത വിളിച്ചു കൊടുക്കുന്നു. കാരണം ഇത് കളയാൻ പറ്റില്ല അരിയൊന്നും. അപ്പോൾ അതുപോലത്തെ ഒരു ചോറാണ് ഇതിൻ്റെ. നമുക്ക് മൊരമരപ്പ് ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടില്ല. അതന്നെ നമ്മൾ പിന്നെ ഇതിപ്പോൾ നമുക്ക് ആരോഗ്യത്തിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മളിത് രണ്ടും കൽപ്പിച്ച് കഴിക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ അതുപോലത്തെ അരിയാണ് 100% തവിട് ഫുള്ളായിട്ട് മൂടിയിട്ടുള്ള സാധനം. നല്ല രസമാണ്. ഇതും കൂട്ടി കഴിക്കുമ്പോൾ കേട്ടോ. ഇത് മാത്രം കഴിക്കുമ്പോൾ രസമൊന്നുമില്ല. ഇത് കഴിക്കുമ്പോഴേ കഞ്ഞി കുടിക്കുമ്പോൾ നെല്ല് വാരി വായിലിട്ട് കഴിക്കുന്ന പോലെ തോന്നുക. അതുപോലെയാ മട്ടരി വെച്ചിട്ട് കഴിക്കുമ്പോഴപ്പോൾ. അപ്പോൾ ഈ വെണ്ടക്കായൊക്കെ വെണ്ടക്കായല്ല, ഈ പടവലയും കൂട്ടാൻ നെല്ലുണ്ടാക്കാം. വീട്ടിലൊരു വട്ടം ഉണ്ടാക്കി നോക്ക്. മുളക് പൊടിയും മസാലകളും ഒന്നും ഇല്ലാണ്ട് വെച്ചിട്ട് സാധനമാണ്. എന്താ രസം. ചോറ് കൂട്ടി മഴക്കടിക്കാം. ഇനി ആ കോവക്കായും കൊണ്ട് സരിതര വീട്ടിൽ പോകണം. എന്നിട്ട് സരിതയ്ക്ക് സ്പാ ചെയ്യാൻ അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകണം. നമുക്ക് ഇനി സരിതര വീട്ടിൽ വെച്ച് കാണാം.